പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഡിസംബർ മാസം 22 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരം ഉയർത്തി ഒന്ന് കർത്താവിനോടൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കരം ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ? അതിന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഞാൻ ഉണർന്നതല്ല, കർത്താവ് എന്നെ ഉണർത്തിയതാകിയാൽ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ എഴുന്നേറ്റതല്ല, കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചതാകിയാൽ കർത്താവെ അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അതെ, നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന്, അതിശയമായി നടത്തുന്ന കർത്താവിന് അക്കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരു പ്രാവശ്യം കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞ് യഹോവ നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്നത്തെ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. പുതുവഴികൾ തുറന്ന് ആമേൻ നമ്മളെ നടത്തുന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്. സങ്കീർത്തനം അതിൻ്റെ 148 സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ സർവ്വ സൈന്യവുമേ കർത്താവിനെ സ്തുതിപ്പീൻ. 11 വാക്യം പറയുന്നു, ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നതും കർത്താവിൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മീതെ മേലായിരിക്കും. നമുക്ക് ഒരുമിച്ച് ആ കർത്താവിനെ ഒന്നുകൂടെ സ്തോത്രം പറയാം. കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന അപ്പയാകിയാൽ സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന അപ്പയാകിയാൽ സ്തോത്രം. അങ്ങ് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരമല്ല. ഈ ഡിസംബർ മാസം കർത്താവെ 22 പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക, അങ്ങേ ഞങ്ങൾ ആരാധിക്കുക, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുക. ഈ ദിവസത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ഇത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ദിവസമെന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. പുതുവഴികൾ തുറക്കപ്പെടുന്ന ദിവസമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. രോഗികൾ ഈ ദിവസം സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ത്രോട്ട് പെയിനാൽ, തൊണ്ടയ്ക്ക് വേദനയാൽ ഭാരപ്പെടുന്നവർ ആമേൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൊണ്ടയ്ക്കുള്ള സകല അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തതിന് സ്തോത്രം. യൂറിനകത്തുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള വേദന, യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ യൂറിനകത്തുള്ള ഇൻഫെക്ഷനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പുതുവഴികൾ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ വർഷം തീരുന്നതിന് മുമ്പ് ചില വാതിലുകൾ തുറക്കണം, ചില റിസോഴ്സുകൾ ഓപ്പൺ ആകണം. ആമേൻ. പുതിയ പുതിയ ചില റിസോഴ്സുകൾ ഓപ്പണായി വരണം. ഇന്ന് അതിൻ്റെ ഒരു ദിവസമായി മാറട്ടെ. ഈ തിങ്കളാഴ്ച പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഇൻ്റർവ്യൂ കോളുകൾ ലഭിക്കട്ടെ. ആമേൻ. ചില കൊട്ടേഷൻസ് അപ്രൂവായി ലഭിക്കട്ടെ. ചില ഓർഡറുകൾ ഇന്ന് ലഭിക്കുന്ന ദിവസമായി മാറട്ടെ. ആമേൻ ആമേൻ. ചില വാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസമായി മാറട്ടെ. പെൻഡിങ് ആയിരുന്ന ചില പേയ്മെൻറ്റുകൾ ലഭിക്കുന്ന ദിവസമായി മാറട്ടെ. ആമേൻ. ചില നന്മകൾ കൈകളിലേക്ക് വരുന്ന ദിവസമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡിസംബർ മാസം ആമേൻ 22 നന്മകൾ കയ്യിൽ വരുന്ന ദിവസമായി മാറട്ടെ. നന്മകൾ കയ്യിൽ വരുന്ന ദിവസമായി മാറട്ടെ. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ മുഖാന്തരം ലോകവ്യാപകമായൊരു ഉണർവിന് കാരണമായി തീരണം. ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം
ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ സർവീസ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ചില കാര്യങ്ങളെ ക്രമീകരിച്ച് ഇന്ന് രാത്രിയിൽ തരും. പരിശുദ്ധാത്മാവ് ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മളോട് പറയുവാനുള്ളത് എന്തെന്ന് നമുക്ക് കേൾക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൂടി വരാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത സ്പെഷ്യലായ എന്തെങ്കിലും അത്ഭുതങ്ങൾ സാക്ഷ്യമാക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെറിയ ഓഡിയോ ക്ലിപ്പുകൾ അയയ്ക്കുക. വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. മറ്റുള്ളവരോട് പറയണം. തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. കാരണം ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ് വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥനയിൽ ഓർത്തോണം കേട്ടോ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങളാണ്. 4ഉം 5ഉം വാക്യങ്ങൾ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ തന്ന ഒരു ആലോചന എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ദ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളെ സൂക്ഷിക്കുക. അതാണ് കർത്താവ് എന്നെ ഓർപ്പിച്ച ഭാഗം. ഇവിടെ കർത്താവ് പറഞ്ഞ് പ്രധാനപ്പെട്ടതായി നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ വിളിച്ചിരിക്കുകയാണ്. യേശു പറയുക, എന്നിൽ വസിപ്പീൻ. വിസിറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, എന്നിൽ വന്ന് വസിക്കണം. ആമേൻ. അതായത് വസിക്കുക എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയിരിക്കണം. ആമേൻ. ലീവിങ് കണ്ടിന്യൂവൽ ഫെലോഷിപ്പ്, നിരന്തരമായ കൂട്ടായ്മയിലൂടെ ആ ബന്ധം സൂക്ഷിക്കുന്നതിനാണ് പറയുന്നത്. ആമേൻ. അപ്പോൾ ക്രിസ്ത്യൻ സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം ഒക്കേഷണൽ എൻകൗണ്ടേഴ്സ്. നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വല്ലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അത്ഭുതത്തിന് വേണ്ടിയുള്ള വിളിയിൽ ആമേൻ അല്ല സ്ട്രോങ് ആകുന്നത്. ബട്ട് ഡെയിലി നമ്മൾ കണക്റ്റഡായി നിൽക്കുകയാണെങ്കിൽ, ഡെയിലി കർത്താവുമായിട്ട് ആ ബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കർത്താവുമായിട്ടുള്ള വലിയ അനുഭവങ്ങൾ ഉണ്ടാകും. ആമേൻ. അപ്പം എങ്ങനെയായി കർത്താവുമായിട്ട് നമ്മൾ വസിക്കുക, എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞത്? അതിൻ്റെ അർത്ഥം യേശുവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രെയർ ലൈഫ്. ആവശ്യത്തിന് മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിഷയങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ഓടിപ്പോയി പ്രാർത്ഥിക്കുക. അന്ന് ജസ്റ്റ് ആ ദിവസങ്ങളിൽ മാത്രം ഉപദേശിക്കുക, ആ ദിവസങ്ങളിൽ ചർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുക. അതല്ല, മറിച്ച് ഇവിടെ പറയുന്നത് എന്നാ പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട്. അതാണ് യേശു പറയുന്നത്, നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ നിരന്തരം, അതായത് പ്രെയർ എന്ന് പറയുന്നത് ആവശ്യങ്ങൾ പറയുക സ്വീകരിക്കുക, ആവശ്യങ്ങൾ പറയുക സ്വീകരിക്കുകയല്ല. പ്രെയർ എന്ന് പറയുന്നത് ഫെലോഷിപ്പാണ്, മെയിൻറ്റെയിനിങ് ദ റിലേഷൻഷിപ്പാണ്, യേശുവുമായിട്ടുള്ള ബന്ധത്തെ സൂക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ വചനം കേൾക്കുക, വേർഡ് ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഒരു എക്സ്ക്യൂസും പറയാതെ കേട്ട വചനത്തെ അനുസരിക്കുക. ആമേൻ. അതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നതിന് വളരെ സെൻസിറ്റീവായിട്ട് കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് നമ്മളെ സമർപ്പിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കർത്താവുമായിട്ട് ഈ ഒരു ബന്ധത്തിൽ വരും. അപ്പം ആ ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടുന്നതിന് നമ്മൾ ഒത്തിരി പരിശ്രമിക്കേണ്ട. ആ ബന്ധമുണ്ടോ, ഫലം തന്നെ പുറപ്പെടും. ബന്ധമുണ്ടെങ്കിൽ ഫലം എന്ത് ചെയ്യും? ഒഴുകുക തന്നെ ചെയ്യും. ഇതുപോലെ തന്നെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയും, ഈ വർഷത്തിൻ്റെ അവസാനമാണ്. അപ്പോൾ മെയിൻറ്റെയിനിങ് ദ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ, നല്ല ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്തോണം. ഹല്ലേലൂയ, ആമേൻ. അതായത് യേശുവുമായിട്ടുള്ള ബന്ധം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മളെ ഇൻഫ്ലുവൻഷ്യലായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന ബന്ധങ്ങളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. കാരണം ആ ബന്ധങ്ങൾ ഒരുപക്ഷെ നമ്മളെ നന്മയിലേക്കും ഉയർച്ചയിലേക്കും കൈമാറ്റങ്ങളിലേക്കും സ്പിരിച്വൽ ഇമ്പാർട്ടേഷനുകളിലേക്കും ഒക്കെ നമ്മളെ നയിക്കുവാൻ ഇടവരും. അപ്പോൾ നമ്മൾ പറയാം, ഇപ്പം നല്ല ആളുകളുമായിട്ട് നടക്കുമ്പം അവരുമായിട്ടൊരു നല്ല ബന്ധമുണ്ടെങ്കിൽ അവരിലുള്ളതിൽ അങ്ങ് പകർന്നോളും. നമ്മളായിട്ട് അവരിൽ നിന്ന് പകർച്ച മേടിക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരാം. അതാ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, അപ്പോൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങളിനി പ്രത്യേകിച്ച് ഫലം കായ്പ്പിക്കാനായിട്ട് പരിശ്രമിക്കേണ്ട, ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ നല്ല ആളുകളുമായിട്ടുള്ള ബന്ധം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ അവരിലുള്ള നന്മകൾ നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടും. നമ്മളിലൂടെ അത് ഒഴുകുവാൻ ഇടവരും.
പക്ഷേ ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതിന് ചില വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ വില കൊടുക്കാതെ നമുക്കൊരിക്കലും റിലേഷൻഷിപ്പ്, അത് യേശുവുമായിട്ടുള്ളതാണെങ്കിലും ലോകത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ളതാണെങ്കിലും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടൈം, സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യണം. യേശുവുമായിട്ട് ഫെലോഷിപ്പിൽ വരണമേ യേശുവുമായിട്ടുള്ള ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ, ഇതിലൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അല്ലാതെ സമയം ചെലവഴിക്കാതെ ഒരിക്കലും ഒരു ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിലും മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധമാണെങ്കിലും സിബ്ലിങ്സുമായിട്ടുള്ള ബന്ധമാണെങ്കിലും മറ്റു പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധമാണെങ്കിലും ഇപ്പം നമ്മളും ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധമാണെങ്കിലും നമ്മൾ സഭാമക്കളുമായിട്ടുള്ള ബന്ധമാണെങ്കിലും സമയം സ്പെൻഡ് ചെയ്യാതെ നമുക്കൊരിക്കലും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ താഴ്മയുള്ളവരായിരിക്കണം. താഴ്മയുണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് ചെന്ന് ആ ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ ഫൊർഗീവ്നെസ്, അവരൊരു പക്ഷേ നമ്മളോട് എന്തെങ്കിലും ദോഷമായിട്ട് അവർ ചെയ്ത് നമുക്ക് വേദന കൊണ്ടിരുന്നതാണെങ്കിൽ അത് അവരോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫെലോഷിപ്പിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിന് ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ, ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ വാല്യുബിളായിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും അത് എക്സ്പെൻസീവാണ്, ഇൻക്ലൂഡിങ് റിലേഷൻഷിപ്പ്. വാല്യുബിളായ ഏത് കാര്യമാണെങ്കിലും അത് എക്സ്പെൻസീവാണ്, ഇൻക്ലൂഡിങ് റിലേഷൻഷിപ്പ്. ഇപ്പം യേശു തന്നെ എന്ത് ചെയ്ത് തന്നെ വില കൊടുത്തിട്ടല്ലേ നമ്മളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, വില കൊടുക്കാൻ തയ്യാറാണ്. യേശുവുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുവാൻ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്യണം, വില കൊടുക്കുവാൻ തയ്യാറാകണം. അപ്പം ഈ റിസൾട്ട് എന്നാണെന്നറിയാമോ? ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബന്ധം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഫലം കായ്ക്കും. ഫ്രൂട്ട്ഫുൾനെസ് ആണ് റിസൾട്ട്. അതായത് യേശുവിൽ നമ്മൾ വസിക്കുമ്പോൾ, ആ ബന്ധത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ യേശുവിലുള്ള ഫലം നമ്മളിലൂടെ പുറത്തു വരാൻ തുടങ്ങും. ഇപ്പം കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ല, ആ മുന്തിരിവള്ളിയിൽ വസിക്കുകയാണെങ്കിൽ കൊമ്പ് പ്രത്യേകിച്ച് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, തന്നെ മുന്തിരിങ്ങ കായ്ക്കുന്നത് പോലെ യേശുവിൽ വസിക്കുന്നവനിലൂടെ അവനിലുള്ള ഫലം പുറത്തു വരും. അതുപോലെ ജ്ഞാനമുള്ളവരോട് നടക്കുമ്പോൾ തന്നെ ജ്ഞാനികളായി നമ്മൾ മാറും, നമ്മളിൽ നിന്ന് ജ്ഞാനം പുറത്തു വരും. അതുകൊണ്ട് മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ്, അത് ഫ്രൂട്ട്ഫുൾനെസ്സിനെ കൊണ്ടുവരും, അത് നമുക്ക് സ്ട്രെങ്ത് കൊണ്ടുവരും. ആമേൻ. യേശുവിനോട് നടക്കുമ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. എന്താ? നമുക്ക് പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്കൊരു ധൈര്യമാണ്. ഇതുപോലെ ലോകത്തിൽ നമുക്ക് റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ, നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് ആയിരിക്കും അവർ. അതുപോലെ ഡയറക്ഷൻ കിട്ടും. യേശുവിനോട് നടക്കുമ്പോൾ യേശു നമുക്ക് ഡയറക്ഷൻ തരും. അതുപോലെ ജ്ഞാനമുള്ളവരോട്, ദൈവമക്കളിലൂടെ നടക്കുമ്പോൾ അവരിലൂടെ നമുക്ക് ദൈവിക ജ്ഞാനം ലഭിക്കുകയും നമുക്ക് ഡയറക്ഷൻസ് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ജോയ്, സന്തോഷം ലഭിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, അധികം ഫലം കായ്ക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വർഷം തീരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ്. ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളെ സൂക്ഷിക്കുക, യേശുവുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക, കൂടുതൽ ഫലം കായ്ക്കുവാൻ ഇടവരും. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൂടെ അയച്ചു കൊടുക്കണം കേട്ടോ. വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.